Hi friends, Assalamu alaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഈ ഫെസ്റ്റിവൽ സീസണിൽ എല്ലാവരും കഴിക്കാൻ ആഗ്രഹിക്കുന്ന മിക്കവരും ട്രൈ ചെയ്ത് നോക്കുന്ന ഈ ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ചിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ആൽക്കഹോളൊന്നും ഇല്ലാതെ തന്നെ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് സോക്ക് ചെയ്തിട്ട് ആ ഒരു ട്രഡീഷണൽ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു സോസ് പാൻ ഞാനിവിടെ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഈ പഞ്ചസാര കാരമലൈസ് ചെയ്തതിൻ്റെ കളറാണ് കേട്ടോ ലാസ്റ്റ് നമുക്ക് കേക്കിലേക്ക് കിട്ടുക. അതുകൊണ്ട് തന്നെ നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്യാം. പിന്നെ കരിഞ്ഞൊന്നും പോകാതെ സൂക്ഷിക്കണം. കരിഞ്ഞു പോയാൽ അതിൻ്റെ ഒരു കയ്പ്പ് രസമൊക്കെ നമ്മുടെ കേക്കിലേക്ക് വരും. അതുകൊണ്ട് തന്നെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് കാരമലൈസായി നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നല്ല ചൂടില്ല 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കണം. ഈ വെള്ളം ഒഴിക്കുന്ന സമയത്ത് സൂക്ഷിക്കണം കേട്ടോ, കയ്യിലേക്കങ്ങ് പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പം സൂക്ഷിച്ച് വേണം ഇതിലേക്ക് വെള്ളം ഒഴിക്കാനായിട്ട്. ആ 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് അതിൻ്റെ ഷുഗർ ക്രിസ്റ്റൽസൊക്കെ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ പലിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സ്പൈസസ് കൂടി പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനായിട്ടൊരു 5-6 ഗ്രാമ്പും അതുപോലെ തന്നെ ഒരു 2-3 ചെറിയ പീസ് പട്ട, ഒരു 3-4 ഏലക്കായും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ പഞ്ചസാരൻ്റെ കൂടെ ഇട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ അങ്ങനെ സെപ്പറേറ്റ് പൊടിച്ചതില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ ഇത് പഞ്ചസാരൻ്റെ കൂടെ ഇട്ട് പൊടിക്കുന്നത്. ഇങ്ങനെ പഞ്ചസാരൻ്റെ കൂടെ ഇട്ട് പൊടിക്കുമ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. ഇതിപ്പോൾ വളരെ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കുമ്പോൾ അങ്ങനെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പഞ്ചസാരൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് പൊടികളുണ്ടെങ്കിൽ അത് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ പഞ്ചസാരയിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കേക്കിൽ സ്പൈസസ് ആയിട്ട് നട്ട്മെഗ് പൗഡറും കൂടെ, അതായത് ജാതിക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് എൻ്റെ കയ്യിൽ പൊടിയായിട്ട് തന്നെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. അത് ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ പിന്നീട് ആഡ് ചെയ്യും. ഇതായിപ്പോൾ ഇവിടെ പഞ്ചസാരയും സ്പൈസസൊക്കെ കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ളുപ്പ് ഇവയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് നട്ട്മെഗ് പൗഡർ, അതായത് ജാതിക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണ ഈ പ്ലം കേക്കിലേക്ക് എസൻസിന് പകരം ഫ്ലേവറായിട്ട് ഇതുപോലുള്ള സ്പൈസസ് ഒക്കെയാണ് ആഡ് ചെയ്ത് കൊടുക്കാറ്. നമ്മുടെ കേരള പ്ലം കേക്കിലൊക്കെ നമ്മുടെ ഗ്രാമ്പു പൊടിച്ചതുണ്ടല്ലോ, അതിൻ്റെ ഫ്ലേവറാണ് കൂടുതലായിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് ഗ്രാമ്പു കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമുക്കിതെല്ലാം കൂടി ഒരു 3 തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളത് നല്ല സോക്ക് ചെയ്തിട്ടുള്ള ഫ്രൂട്ട്സാണ്, ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ ഞാൻ മുമ്പ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സാണിത്. ആൽക്കഹോളൊന്നും യൂസ് ചെയ്യാതാണ് കേട്ടോ ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് സോക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പം അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം.
കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. 1 കപ്പാണ് ഞാനിവിടെ അങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുന്നത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതിന് കുറച്ച് ഫ്ലോർ എടുത്തിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെക്കണം. അത് നമ്മൾ കേക്കിലേക്ക് ഈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ഫ്രൂട്ട്സൊക്കെ ഒന്നിച്ചങ്ങ് താഴേക്ക് പോയി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്ലോർ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കുമായിട്ട് ഫ്രൂട്ട്സ് ബേക്കാകുന്ന സമയത്തും നിന്നോളും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് വലിയൊരു മിക്സിംഗ് ബൗൾ എടുത്ത് അതിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഇനി അതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും സ്പൈസസും കൂടെ പൊടിച്ച് വെച്ചിരുന്നല്ലോ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു എഗ് ബീറ്റർ യൂസ് ചെയ്തിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു ക്രീമി ടെക്സ്ചർ ആകുന്നത് വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ പഞ്ചസാരയും ബട്ടറും കൂടി നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 മുട്ട ആഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ മുട്ട ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു പിരിഞ്ഞ പോലെ ആകാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് നിന്ന് 1 ടീസ്പൂൺ ഫ്ലോർ എടുത്ത് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മുട്ടയും ബട്ടറൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതുപോലുള്ള ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്താൽ മതി. ഇത് നമ്മുടെ സാധാ കേക്ക് പോലെ അങ്ങനെ ഫ്ലഫ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാരമൽ സിറപ്പും അതുപോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസും അല്പമായി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം ഡ്രൈ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ കാരമൽ സിറപ്പൊക്കെ മുഴുവനായിട്ട് ഇതിലേക്ക് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്ലോർ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലിയൊന്ന് ചുരണ്ടിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഇതുപോലുള്ള ഒരു പേപ്പർ മോൾഡിലാണ് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇനി ഇത് നമുക്കൊരു സ്പാച്ചിൽ കൊണ്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. ഇതിന് മുകളിൽ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓവനിൽ ഒരു 170 ഡിഗ്രിയിൽ ഒരു 45 to 50 മിനിറ്റ്സ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. എനിക്കൊരു 50 മിനിറ്റ്സ് വേണ്ടി വന്നു കേട്ടോ നമ്മുടെ കേക്ക് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതേ സെയിം മെഷർമെൻറ്റിൽ വേറൊരു കേക്ക് കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ 2 കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒന്ന് ഡിമോൾഡ് ചെയ്ത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ശരിക്കും പ്ലം കേക്കൊക്കെ ഒരു ദിവസം നമ്മൾ ഇതൊന്ന് കവർ ചെയ്ത് വെക്കണം. അതിനുശേഷം പിറ്റേ ദിവസം കട്ട് ചെയ്തതിലാണ് അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അല്പം ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് ഡിമോൾഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു റിച്ച് ആൻഡ് മോയ്സ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.